വലിയ ആഘോഷങ്ങൾ ഡൽഹിയിൽ നടക്കുകയാണ്. രാഷ്ട്രീയമായി ഈ വിഷയത്തെ ബി.ജെ.പി എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രചരണത്തിനായി കെജ്രിവാൾ പുറത്തിറങ്ങി, വലിയ ആവേശവും ഓളവും ഉണ്ടാക്കി. പക്ഷേ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. മുഴുവൻ സീറ്റുകളും ബി.ജെ.പി തൂത്തുവാരുകയായിരുന്നു. പക്ഷെ അപ്പോഴും കുറച്ചുകൂടി കരുത്തനായ, ഒരുപക്ഷെ മോദിക്ക് ഡൽഹിയിലല്ലെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ വോട്ട് കുറച്ചു അല്ലെങ്കിൽ ബി.ജെ.പിക്ക് സീറ്റ് കുറച്ചു എന്നതിന്റെ ഒരു ക്രെഡിറ്റ് കൂടി വാങ്ങിക്കൊണ്ടാണ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം സ്വാഭാവികമായും അന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ച് തിരികെ വന്നപ്പോൾ നമ്മൾ അവിടെ പാർട്ടി പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണവും ഒപ്പം തന്നെ വലിയ ജനപിന്തുണയൊക്കെ കാണുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അന്ന് സംസാരിക്കുകയും ചെയ്തത്. കാരണം മോദിക്കെതിരെ, അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ നേരിട്ടുള്ളൊരു അറ്റാക്ക് പ്രതിപക്ഷ നിരയിലെ മറ്റ് പാർട്ടി നേതാക്കളൊന്നും തന്നെ, രാഹുൽ ഗാന്ധിയെ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് നേതാക്കളൊന്നും തന്നെ രംഗത്ത് വരാത്തൊരു സാഹചര്യത്തിൽ അന്ന് അരവിന്ദ് കെജ്രിവാൾ ആ ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് ശേഷം തിരികെ വന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗവും ഒപ്പം തന്നെ പ്രവർത്തകരെയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആ വാക്കുകളും ഒക്കെ തന്നെ വലിയ രീതിയിൽ അലട്ടുകയും ചെയ്തു. ചില സുപ്രധാന കാര്യങ്ങളും ഒപ്പം തന്നെ ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം അന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഒരു നേരിട്ടൊരു അറ്റാക്കിലേക്ക് പോവുകയും ചെയ്തു നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും പിന്നീടുള്ള നടന്ന ആ സംഭവവികാസങ്ങൾ നമുക്കറിയാം. ഡൽഹിയിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ തിരിച്ചടി ആം ആദ്മിക്ക് നേരിട്ട് വന്നെങ്കിൽ പോലും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ തിരിച്ചടി, സ്വാഭാവികമായിട്ട് ഉത്തർപ്രദേശിലാകട്ടെ അല്ലെങ്കിൽ ഹരിയാനയിലാകട്ടെ ഒക്കെ തന്നെ വലിയ രീതിയിൽ തിരിച്ചടി ബി.ജെ.പിക്ക് ഉണ്ടാകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കെജ്രിവാൾ തന്നെയാണ് എന്ന് നമുക്ക് നിശ്ചയം പറയുകയും ചെയ്യാം. കാരണം മറ്റു നേതാക്കൾക്കൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ ആ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട വീര്യവും ഒക്കെ തന്നെ അതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ മനീഷ് സിസോദിയ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് CBI നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് പെട്ടെന്ന് ഇത്തരത്തിൽ തിരക്കിട്ട് ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തിയത്. അതിൽ പ്രധാനമായും ബി.ജെ.പി നേതാക്കൾ ഉയർത്തി കാണിച്ച, അല്ലെങ്കിൽ ബി.ജെ.പിയും CBI ഏജൻസിയും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ്. അതിപ്പോൾ കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു, സത്യം വിജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഉയർത്തിയ വാദങ്ങളെല്ലാം വ്യാജമാണ്, അത് കെട്ടിച്ചമച്ചതാണെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് മനീഷ് സിസോദിയ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയും നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. സ്വാഭാവികമായും കർശന ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതിൽ ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട്. 10 ലക്ഷം രൂപ ബോണ്ട്, അതായത് 10 ലക്ഷം രൂപ കെട്ടിവെച്ചതിന് ശേഷമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മറ്റ് പൊതുവേദികളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ഒന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശങ്ങളും നടത്താൻ പാടില്ല. ഒപ്പം തന്നെ വിചാരണ നടക്കുമ്പോൾ വിചാരണ കോടതിയുമായി പൂർണ്ണമായും അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കണം നടക്കമുള്ള കർശനമായ നിർദ്ദേശങ്ങൾ കൂടി ഈ ഒരു വിധിന്യായത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. എന്തായാലും 160 ദിവസങ്ങളോളമായി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിയാൻ തുടങ്ങിയിട്ട് 2024 ജൂണിലാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അതിനുശേഷമാണ് വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്തത്. പിന്നീടാണ് ഈ ചോദ്യങ്ങൾ സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്തും ഒപ്പം തന്നെ ജസ്റ്റിസ് ബുഹാനും അടക്കമുള്ള 2 അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്തത്. അവർ ചില ചോദ്യങ്ങൾ കൃത്യമായി CBIയോട് ആരായുകയും ചെയ്തു. അതായത് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്തതിൽ ധൃതി കാണിച്ചതിൽ എന്താണ്, അത് കൃത്യമായ എവിഡൻസ് കോടതി സമർപ്പിക്കാൻ CBI സംഘത്തിന് സാധിച്ചില്ല. അത് പ്രോസിക്യൂഷന്റെ വീഴ്ചയായി കോടതി കണക്കാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ എന്ത് തെളിവുകളാണ് ഇത്രയധികം ദിവസങ്ങൾ അന്വേഷിച്ചിട്ടും CBI നേതൃത്വമോ അല്ലെങ്കിൽ ED സംഘമോ കണ്ടെത്തിയിട്ടുള്ളത്, അതൊക്കെ എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല? ഏതെങ്കിലും തരത്തിൽ മറ്റ് സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിലിരിക്കെ തന്നെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. അതായത് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, ഒപ്പം തന്നെ BRS നേതാവ് K കവിത, വിജയ് നായർ, ഒപ്പം തന്നെ അരുൺകുമാർ എന്നിവർക്ക് കൃത്യമായ രീതിയിൽ ജാമ്യം നൽകുകയും ഒപ്പം തന്നെ കർശന ഉപാധികളോട് ജാമ്യം അനുവദിച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു തരത്തിലും ഈ ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാത്ത ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം അനുവദിക്കേണ്ട എന്ന് പറയുന്നത്? ഇതിനു മുമ്പ് 3 തവണ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ അന്നെല്ലാം തന്നെ CBIയുടെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് 3 തവണയും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു എന്നാണ് ഇന്ന് ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്തും ഒപ്പം തന്നെ ജസ്റ്റിസ് ബുഹാനും വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് കർശന ഉപാധികളോടുകൂടി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നു. അതിൽ 3 കാര്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. വിചാരണ കോടതിയുമായി കൃത്യമായി സഹകരിക്കണം അരവിന്ദ് കെജ്രിവാൾ എന്നും, ഒപ്പം തന്നെ 10 ലക്ഷം രൂപ കെട്ടിവെക്കണം. കൂടാതെ പൊതുസ്ഥലങ്ങളിലോ മറ്റിടങ്ങളിലോ ഒന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള കർശന ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ 160 ദിവസത്തിന് ശേഷം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി ഇറങ്ങാൻ പോകുന്നത്. ഇനി അതിന്റെ ജാമ്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിധിന്യായത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിന് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാമെന്ന് ആണ് കരുതുന്നത്. അല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാമെന്ന് കരുതുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം CBI കസ്റ്റഡിയിലാണുള്ളത്. CBI കസ്റ്റഡി 5 ദിവസങ്ങളോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നീട്ടി നൽകിയിരുന്നു. CBI കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ഉടൻ തന്നെ വൈകാതെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.
അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ഉടനെ ഉണ്ടാകും. ഏതായാലും ആം ആദ്മി പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ വിജയം. അരവിന്ദ് കെജ്രിവാൾ കരുത്തനായ പോരാളിയായി വീണ്ടും തിരിച്ചുവരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് കെജ്രിവാൾ ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അനന്തകാലം ജയിലിലിടുന്നത് ശരിയല്ല എന്ന കോടതിയുടെ പരാമർശം കൂടി ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജൂൺ 26-നാണ് CBI കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കെജ്രിവാൾ ഇടക്കാല ജാമ്യം നൽകാൻ ഓഗസ്റ്റ് 14-ന് സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. CBIയിൽ നിന്ന് വിശദീകരണവും കോടതി ചോദിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നു.